ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ, ഒരു ജസ്റ്റ് സ്പെഷ്യൽ എന്നൊന്നും പറഞ്ഞാൽ പോരാ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് അയച്ചേക്കുന്നു. അതും അദ്ദേഹം എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ആ ഒരു ഗിഫ്റ്റ് എനിക്ക് റിസീവ് ചെയ്തപ്പോൾ മനസ്സിലായി. കാരണം എൻ്റെ ഇൻസ്റ്റ നോക്കിയാലായാലും എൻ്റെ യൂട്യൂബ് നോക്കിയാലായാലും എല്ലാവർക്കും മനസ്സിലാകുന്നുള്ളൂ ഐ എം കിൻഡർ ജോയ് അഡിക്റ്റഡ്. ഓക്കെ, ലൈക്ക് എനിക്ക് കിൻഡർ ജോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ആ ഒരു ഇഷ്ടം അറിഞ്ഞുകൊണ്ട് എനിക്ക് കിൻഡർ ജോയ്സ്, അതും 1-2 അല്ല 30 കിൻഡർ ജോയ്സ് ആണ് എനിക്ക് അയച്ചേക്കുന്നത്. അതും എനിക്ക് 117 ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പോഴും എൻ്റെ വീഡിയോസ് എല്ലാം ഇരുന്ന് കണ്ട് ആ ഒരു മെസ്സേജ് ഒരു ദിവസം ഞാൻ സ്റ്റോറി പറയാം. ഒരു 2 ആഴ്ച ഒരു ടൈമിൽ 2 ആഴ്ച മുമ്പ് എനിക്കൊരു മെയിൽ വരുക. ഞാനൊരു വലിയ ഫാനാണ്, എല്ലാ വീഡിയോസും കാണാറുണ്ട്, വളരെ ഇഷ്ടമാണ് വീഡിയോസൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എന്താ പറഞ്ഞാൽ ഞാൻ ഒരു ബോക്സ് കിൻഡർ ജോയ് അയച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഫസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. കാരണം നമുക്കറിയാത്തൊരു മെയിൽ വരുന്നു, നമുക്കറിയില്ല അവരെങ്ങനെയാണ്, പറ്റിക്കുവാണോ അതോ ഒരു സ്കാമാണോ ഒന്നും അറിയില്ല. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, ലൈക്ക് എന്നെ ആരും പറ്റിക്കാൻ ചെയ്യുന്ന ആവാം. എന്നിട്ട് ഞാൻ എൻ്റെ ചേട്ടനാണ് ഫസ്റ്റ് മെസ്സേജ് ഇട്ടത്. ഇപ്പം നമ്മൾ വളർന്നു വരുന്നതുകൊണ്ടാവാം. പണ്ടൊന്നും എനിക്കെൻ്റെ ചേട്ടനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം വളർന്നു വരുന്നതുകൊണ്ട് എനിക്കൊന്ന് എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് ഫസ്റ്റ് അവനോടാണ് പറയാൻ തോന്നുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അവനോട് പോയി പറഞ്ഞു, ഇതുപോലെ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു. അവൻ പറഞ്ഞ് നോക്ക്. അവൻ 2 ദിവസം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഇവിടുത്തെ എല്ലാം ഞാൻ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ലേക്ക് ഷോർ, അത് എല്ലാവർക്കും അറിയാമല്ലോ, ലേക്ക് ഷോറിൻ്റെ അവിടുത്തെ ഒരു കടയുടെ ഷോപ്പിൽ അഡ്രസ്സ് കൊടുക്കാൻ. അങ്ങനെ ഈയൊക്കെ റിപ്ലൈ കൊടുത്തു, അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇന്ന് എനിക്ക് ആ പാഴ്സൽ വന്നു. പാഴ്സൽ കൈ കിട്ടിയപ്പോൾ തന്നെ ആദ്യം ഒരു പേടി വന്നു, ലൈക്ക് ഇനി എന്തെങ്കിലും പറ്റിക്കാനോ കാര്യങ്ങളോ എല്ലാം ആണോ. അത് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു, വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ബോക്സ് പൊട്ടിച്ച് നോക്കി. ഇനി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് സാധനം പൊട്ടിച്ചു, തുറന്നു നോക്കിയപ്പോൾ കുറേ കിൻഡർ ജോയ്സ് ഒരു കവറിലാക്കി ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ അഡ്രസ്സിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് അതിനകത്ത് എനിക്ക് മെയിൽ അയച്ചപ്പോൾ പറഞ്ഞായിരുന്നു അഡ്രസ്സൊന്നും വെളിപ്പെടുത്താതെ ഒരു വീഡിയോ ചെയ്യണം. എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കിട്ടായിരുന്നു. അയാളെ കുറിച്ച് കൂടുതൽ പറയുന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനോട് അഡ്രസ്സോ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഞാൻ എനിക്ക് അയച്ച മെയിലിൻ്റെതും അതുപോലെ തന്നെ എൻ്റെ പാഴ്സൽ വന്നതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കാം. വളരെ സന്തോഷം. ആൻഡ് ഒരു കാര്യം, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ, വളരെ ഹാപ്പിയാണ്. എനിക്ക് എന്തുമാത്രം ഹാപ്പിയാണെന്ന് പറഞ്ഞും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ലൈക്ക് അങ്ങനൊരു ഗിഫ്റ്റ് എനിക്കൊരാൾ തരിക, എൻ്റെ വീഡിയോസ് കാണുക, എന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ വീഡിയോസ് അത്രമാത്രം നിങ്ങളിൽ എത്തുന്നുണ്ട്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ടോക്കൺ ഓഫ് ലവ്, ആ ഒരു നിങ്ങളുടെ ലവ് എനിക്കത് കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ സക്സസ് ആവുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ആ ഒരു ഹാർഡ് വർക്ക്, ഇതിനുവേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന സമയങ്ങളൊക്കെ എനിക്ക് തിരിച്ച് അതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു തോന്നൽ. ആ ഒരു ഗിഫ്റ്റ് കൈ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് എന്തുമാത്രം ഹാപ്പി ആയിരുന്നെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണ് വരെ നിറഞ്ഞു വന്നു, എനിക്ക് വേണ്ടി അങ്ങനെ ആൾക്കാർ ചെയ്തല്ലോ ഒരാൾ. ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ കാണുന്നുണ്ടെന്നറിയാം, നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്, സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു യു. എനിക്ക് വളരെ ഹാപ്പിയാണ് ഞാൻ. അപ്പം താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും. നിങ്ങളുടെ ഇതുപോലെ തന്നെ സപ്പോർട്ടും ലവും, എന്നെ ഇതുപോലെ സ്നേഹിക്കുകയും നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇനിയും വേണ്ടതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ, താങ്ക് യു സോ മച്ച്. അപ്പം നമുക്കിന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം എനിക്ക് 30 കിൻഡർ ജോയ്സ് ആണ് തന്നു വിട്ടേക്കുന്നത്, ഞാൻ അത് കാണിച്ചു തരാം. ആൻഡ് ഈ കിൻഡർ ജോയ്സ് ഒക്കെ ഇപ്പോഴത്തെ എഡിഷനായ ബാറ്റ്മാൻ്റെ, അതും ഫംഗോ പോപ്പ് DC സീരീസ്. നിങ്ങളിത് നോക്കൂ, എത്ര കിൻഡർ ജോയ്സ് ആണ്. എനിക്കറിയില്ല, ഇത് ഫംഗോ പോപ്പ് എന്ന് പറയുന്നൊരു സാധനം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ടോയാണ്. ആ ഒരു ഫംഗോ പോപ്പ് ക്യാരക്ടർ, ലൈക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല, മോസ്റ്റ്ലി മിക്കവർക്കും അറിയാതെ ഒരു ഹെഡ് വലുതായിട്ടുള്ളൊരു സ്ക്വയർ ടൈപ്പ് ഒരു ടോയ് ടൈപ്പ് സാധനം. എനിക്ക് അതിൻ്റെ ഡിസ്നീസ്, മാർവൽ കളക്ഷൻസ്, DC സീരീസ്, അതിൻ്റെ എല്ലാം എനിക്ക് കളക്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ബട്ട് എനിക്കറിയില്ല DC സീരീസിൻ്റെ ഫംഗോ പോപ്പ്
ഹാപ്പിയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും ഇൻട്രോഡ്യൂസ് ഞാൻ തന്നെ പൊട്ടിക്കണല്ലോ. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഇൻട്രോഡ്യൂസ് എൻ്റെ കൈ കിട്ടുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ഇൻട്രോഡ്യൂസ് ഒന്നിച്ച് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാവേ. ഗായ്സ്, നിങ്ങളിത് കാണുക. അയ്യോ, ആൻഡ് ഒരു കാര്യം കൂടെ, ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മയച്ഛനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈക്ക് അവർക്കൊക്കെ ഒരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് പോലായിരുന്നു. ഒരു ലൈക്ക് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഒരാൾ ഇത്ര അയച്ചു തരിക, എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഹാർഡ് വർക്ക്, എന്തോ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മ ഭയങ്കര ഹാപ്പി. അതുപോലെ അച്ഛനായിക്കോട്ടെ, ഞാൻ ചേട്ടനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച്, എൻ്റെ കസിൻസിനെയൊക്കെ വീഡിയോ കോൾ ഉണ്ടായിരുന്നപ്പോൾ അവരെയും കാണിച്ച്. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഒരുപാട് സംസാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം അൺബോക്സ് ചെയ്യാൻ പോവാം. 30 എണ്ണം ഉണ്ടോയെന്ന് എണ്ണി നോക്കട്ടെ. 30 ഇൻട്രോഡ്യൂസ് ഉണ്ട് ഗൈസ്, 30 എണ്ണം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. നമുക്കിത് ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്താൽ എന്തുമായിരിക്കും ഒന്നും അറിയില്ല. അൺബോക്സ് ചെയ്ത് നോക്കാം. ആൻഡ് ദ തിങ് ഈസ്, ഈ മിഠായിയൊക്കെ എനിക്ക് എങ്ങനെ തിന്ന് തീർക്കണമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഇത് ഫുള്ള് തിന്നാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും കൊടുക്കും. ഗൈസ്, ഇത് എനിക്കിതിന് മുമ്പ് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സാധനം തന്നെ എനിക്ക് കിട്ടിയത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതെനിക്ക് 2 എണ്ണം ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. എനിവേ, നമുക്ക് ഇത്രയും ഇൻട്രോഡ്യൂസ് ഉണ്ട്. നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. എനിക്കിത് കിട്ടിയിട്ടില്ല ഗൈസ്. എനിക്ക് ക്യാറ്റ് വുമണിനെ കിട്ടിയിട്ടില്ലായിരുന്നു. എനിക്ക് ക്യാറ്റ് വുമണിനെ കിട്ടിയേ. ഫൈനലി എനിക്ക് ക്യാറ്റ് വുമണിനെ കിട്ടിയിരിക്കുന്നു ഗൈസ്. നോക്കൂ, നിങ്ങളിത് കാണുക. അടുത്തതും എനിക്ക് കിട്ടാത്ത തന്നെ ഗൈസ്. ഫ്ലാഷിനെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാറ്റ്മാനെ 2നും കിട്ടിയതാണ്. ഗോൾഡിനെയും കിട്ടി, മറ്റേ ബാറ്റ്മാനും കിട്ടിയതാണ്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയാണ് എനിക്ക് കിട്ടാനുള്ളത്. യെസ്, ഗോൾഡൻ ബാറ്റ്മാൻ. എക്സൈറ്റഡ് ആണ്. ബട്ട് ദ തിങ് ഈസ്, എനിക്കിന്ന് കിട്ടിയതായിരുന്നുകൊണ്ടാണ് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് കാണിക്കാത്തത്. ഓൾറെഡി എനിക്ക് 2 എണ്ണമാണ് കിട്ടിയായിരുന്നു കേട്ടോ. അടുത്ത ക്യാറ്റ് വുമൺ. അടുത്തൊന്നും ക്യാറ്റ് വുമണിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സങ്കടമായിരുന്നു. ആൻഡ് ഫൈനലി എനിക്ക് അതിനെ തന്നെ ഇപ്പോൾ കുറേ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊട്ടിച്ചൊരു ഫുള്ള് ഫംഗോ പോപ്പ് മാത്രം. ഇതൊക്കെ ഞാൻ ഭയങ്കര ലക്കി ഫീൽ കേട്ടോ എനിക്ക്. എല്ലാവരും ഇത് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് കിടന്ന് കാണിക്കുന്നത്. പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് അടുത്തതും ഫംഗോ പോപ്പ് തന്നെയാണ്. ജോക്കറിനെ കിട്ടിയേ. ഇനി ജോക്കറിനെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഇതും എനിക്ക് കിട്ടാത്ത സാധനം തന്നെയാണ്. ഇതെനിക്ക് കിട്ടാത്ത സാധനമാണ്. എനിക്ക് തോന്നി 30 ഇൻട്രോഡ്യൂസും ഉണ്ടാകത്തും എനിക്ക് കിട്ടാത്ത ആയിരിക്കുമല്ല. ഇനി ഈ സീരീസ് വാങ്ങിക്കേ വേണ്ട. എനിക്കൊരു വർഷത്തേക്കുള്ള ലൈക്ക് ഈ സീരീസ് ഫുൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തോ കുറച്ചും കൂടെ ഉള്ളു എനിക്ക് കിട്ടാനായിട്ട്.
ഓൾറെഡി ഇത് മിഡ് നൈറ്റ് ആണ്, 12 മണിയാണെങ്കിൽ ഗൈസ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എഗെയിൻ വന്നപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല. എനിക്ക് കിട്ടുന്ന ടൈമിൽ ഞാൻ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണേ. നമ്മുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലുത് ഫ്ലാഷ് ഒക്കെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഫ്ലാഷ് ആണ് കഴിച്ചത്. ഇതിന് കുറച്ച് സ്പേസ് ഉണ്ടെന്നുള്ള പോലെയാണ് പിടിക്കുന്നത്. ബാറ്റ്മാൻ ആയിരിക്കും തോന്നുന്നു. ഫ്ലാഷ് ഒക്കെ ഗൈസ്. വൈ ഫ്ലാഷ്? വൈ ഓൾവേസ് ഫ്ലാഷ്? അടുത്തത് ബാറ്റ്മാൻ. 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 എനിക്ക് ഗോൾഡ് കിട്ടാതെ എനിക്ക് ഗോൾഡ് കിട്ടാതെ ഈ 6 കൂടെ ഈ 6 എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഐ ഹോപ്പ് ഇതിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടാകും. ബാറ്റ്മാൻ ടിവി അറിയാതെ ഞാൻ ചോക്ലേറ്റ് വലിച്ചു പൊട്ടിച്ചു. സോറി എങ്ങനെ പൊട്ടിച്ചല്ലേ അതിനെ. ഐ ഹോപ്പ് ഇതിൽ ഗോൾഡ് ആയിരിക്കും. ഏറ്റവും ആഗ്രഹമുള്ള കാര്യം എനിക്ക് ഈ ക്യാറ്റ് വുമൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ക്യാറ്റ് വുമണ. ലൈക്ക് താങ്ക് യു സോ മച്ച്. ലൈക്ക് എനിക്ക് ഇത്രയും സാധനങ്ങൾ തന്നു വിടുക, അതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വേണമെന്ന് വിചാരിച്ച സാധനം തന്നെ എനിക്ക് കിട്ടുക. ലൈക്ക് ഐ ഡോണ്ട് നോ എന്ത് പറയണമെന്ന്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ബ്ലാങ്ക് ആയി പോകുന്നു ഞാൻ. ഹാപ്പിനെസ് കാരണം ബ്ലാക്ക് ആയി പോകുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവുന്നില്ല. അതുകൊണ്ടാട്ടോ സോറി ഞാൻ താങ്ക്സ് പറയുന്നതിന്. ഇതെല്ലാം ഒന്നിച്ചാക്കിയിട്ട് ഞാൻ ലാസ്റ്റ് എല്ലാം കൂടെ കണ്ടൊക്കെ അവൻ ഇന്ന് റെഡി ആക്കട്ടെ, എന്നിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് എനിക്ക് ഇത്രയും ഗിഫ്റ്റ്സാണ് കിട്ടിയേക്കുന്നത്. 4 ബാറ്റ്മാൻ ഉണ്ട്, പിന്നെ ഒരു ജോക്കറുണ്ട്, പിന്നെ ബാറ്റ്മാൻ്റെ ഗോൾഡ് 2 കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഫ്ലാഷ് ഉണ്ട്, ആൻറ്റി ഫ്ലാഷ് ഉണ്ട്, ഇങ്ങനെ ക്യാറ്റ് വുമൺ ഉണ്ട്. ഈ ക്യാറ്റ് വുമണാണ് ഇത്രയും കിട്ടിയേക്കുന്നത് എനിക്ക്. എത്ര ഉണ്ട്? 3, 6, 9 എണ്ണം. പിന്നെ ഇതാണെങ്കിൽ 7 എണ്ണം, ഇത് 4 എണ്ണം, 2 എണ്ണം, 1, 2, 1. എനിക്കിനി കിട്ടാനുള്ളത് ഇത് കണ്ടോ, നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ക്യാരക്ടേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിലാകെ എനിക്ക് കിട്ടാൻ ഇനി ബാലൻസ് ഉള്ളത് ഈ ഒരു ബ്ലൂ കളറിൽ, ഇത് ഫോൺ വെക്കുന്ന ഒരു സ്റ്റാൻഡ് പോലെ ആണ് ഇത് യൂസ് ആക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂവും കൂടെ ഉള്ളു. ഇതിന് മുമ്പ് ഞാൻ കിണ്ടർ വെച്ചപ്പോൾ എനിക്ക് ഈ ഗ്രീൻ വൺ കിട്ടിയതായിരുന്നു. അപ്പം ഇനി എനിക്ക് കിട്ടാനുള്ളത് ഒരു ബ്ലൂവും കൂടെ ഉള്ളു. ബാക്കിയെല്ലാം എനിക്കിത് ഈ ഒരു കിണ്ടർ ജ്യൂസിനും കൂടെ കിട്ടിയിരിക്കുന്നു. എന്തോരമാണെന്ന്. അതുമല്ല ഏറ്റവും ഫണ്ണിയസ്റ്റ് ആൻഡ് ലൈക്ക് അതിശയം വരുന്ന കാര്യം, എനിക്ക് അതിൽ ഒരു 4 എണ്ണം ഒഴിച്ച് ബാക്കി ഫുള്ള് ഫങ്കോ പോപ്പാ. 4 എണ്ണം ഒഴിച്ച് ബാക്കി കിട്ടിയെന്ന് വെച്ചാൽ 36 എണ്ണവും എനിക്ക് ഫങ്കോ പോപ്പ്, അല്ല 26 എണ്ണവും എനിക്ക് ഫങ്കോ പോപ്പ്. ലൈക്ക് ചിന്തിച്ച് നോക്ക്, എനിക്ക് കിട്ടിയതിൽ 26 എണ്ണവും ഫങ്കോ പോപ്സ്, ബാക്കി 4 എണ്ണം മാത്രമേ ഉള്ളൂ അല്ലാത്ത നോർമലായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഗിഫ്റ്റ്. ബാക്കി ഫുൾ ഇത് ഫങ്കോയാ. എല്ലാവരും ഇത് കുലുക്കിയെടുക്കുക, ഇതൊക്കെ കിട്ടാൻ വേണ്ടി കിടന്നും പാടുപെടുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഫുള്ളിലേക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. കിട്ടിയതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി. എനിക്ക് ഏറ്റവും കൂടുതൽ വേണമെന്ന് ചിന്തിച്ച സാധനങ്ങൾ തന്നെ ഇതിനകത്ത് കിട്ടി. ആൻഡ് ഐ എം സോ ഹാപ്പി. ഐ എം സോ ഹാപ്പി. ലൈക്ക് ഇനി ഒന്നുകൂടെ പറയാം, താങ്ക് യു സോ മച്ച്.
ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തതിന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കിങ്ങനെയൊക്കെ ചെയ്തു തരുമെന്ന്. ഇത്രയും എനിക്ക് വേണ്ടി എഫേർട്ട് ഇട്ടതിന് ഇത്രയും സാധനം വാങ്ങിച്ചതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോ കാണുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ അദ്ദേഹത്തിന് വേണ്ടിയുള്ളതാണ്. പേര് പറയണമെന്നൊക്കെ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ അദ്ദേഹം എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്ന പേര് കാര്യങ്ങളോ അഡ്രസ്സോ ഒന്നും വെളിപ്പെടുത്തരുന്നു. സോ എൻ്റെ ഉള്ളിലുണ്ട് ആളാരാന്നോ അഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ. എനിക്ക് പേഴ്സണലി ആളെ അറിയില്ല, എനിക്ക് ഫോട്ടോ അറിയില്ല, ഒന്നും അറിയില്ല, ആളെങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. ജസ്റ്റ് ഒരു മെയിലിൻ്റെ പേരിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എൻ്റെ വരെ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ.